ഹലോ മച്ചുമാരി, വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിനർ. ഒരു പ്ലെയിൻ ക്രാഷായി നിബിഡമായ ഒരു വനത്തിലേക്ക് ആ പ്ലെയിൻ വീഴുകയാണ്. ഇതിൽ നിന്നും ആരെങ്കിലും സർവൈവ് ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം കഷ്ടപ്പാടുള്ള ഒരു കാര്യമല്ലേ. എന്നാൽ അതിൽ നിന്നും ഒരു പെൺകുട്ടി സർവൈവ് ആവുകയാണ്. എന്നാൽ ആ ഒരു കാട്ടിൽ വെച്ച് അതിജീവിക്കുക എന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. വന്യമൃഗങ്ങള്, ശരീരത്തിലേറ്റ് വലിയ വലിയ മുറിവുകള്, കൂടെ ആരുമില്ല, ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, ചുറ്റും കാണുന്ന ശവങ്ങള്. ഇതിൽ നിന്നെല്ലാം എങ്ങനെയാണ് ആ ഒരു പെൺകുട്ടി അതിജീവിക്കുക? ഇതെല്ലാം കേൾക്കുമ്പോൾ ഇത് വെറും ഒരു സിനിമാ കഥ മാത്രമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ല കേട്ടോ, യഥാർത്ഥത്തിൽ ലാരിസ സവിസ്കി എന്ന പെൺകുട്ടിയുടെ ലൈഫിൽ നടന്ന കാര്യമാണത്. അപ്പൊ ആ ഒരു കഥ നമ്മൾ ഇന്ന് കേൾക്കാൻ പോവാണ്. സോ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഈ സിനിമയുടെ പേര് ദ വൺ. 2022 ഇറങ്ങിയത് ഒരു റഷ്യൻ മൂവിയാണ്. അപ്പൊ ഈ കഥയിലേക്ക് പോകാം. സിനിമയുടെ ആരംഭത്തിൽ നമ്മുടെ കഥാനായികയായിട്ടുള്ള ലാരിസ സവിസ്കിയെ കാണിക്കാൻ കേട്ടോ. ഒരു എയർപോർട്ടിലാണ് നിൽക്കുന്നത്. പോവാൻ നിൽക്കുന്ന ആ ഒരു ഫ്ലൈറ്റ് 4 മണിക്കൂർ ഡിലേ ആണ്. സോ ആ ഒരു മടുപ്പിൽ നിൽക്കുകയാണ്. ഇപ്പൊ അങ്ങോട്ടേക്ക് ഒരു പൈലറ്റ് വരുന്നുണ്ട്. അപ്പൊ ആ ഒരു പൈലറ്റ് അവളോട് ചോദിക്കുന്നുണ്ട്, നീ എന്റെ കൂടെ വരികയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ ഒന്ന് ചുറ്റി കറങ്ങി വരാം, ഞാനൊരു പൈലറ്റ് ആണല്ലോ, എല്ലാ സ്ഥലവും കാണിച്ചു തരാം. ഈ സമയത്ത് പൈലറ്റിനോട് നമ്മുടെ ലാരിസ് പറയാണ്, സാറേ, എന്റെ ചെറുപ്പം മുതലേ ഉള്ള ഒരു ആഗ്രഹമാണ് ഈ ലോകം ചുറ്റി കാണുക എന്നുള്ളത്. ഞാൻ സ്വപ്നവും കാണാറുണ്ട്, എനിക്ക് താങ്കളുടെ കൂടെ വരാൻ നല്ല ആഗ്രഹമുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് എന്റെ ഭർത്താവിനോട് ചോദിച്ചു ഒന്ന് പെർമിഷൻ എടുക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ദാ ആ നിൽക്കുന്ന ആളുണ്ടല്ലോ, അയാളാണ് എന്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. ഇത് കേട്ടപാട് തന്നെ പൈലറ്റ് നൈസായിട്ട് അവിടുന്ന് സ്കൂട്ടാവുകയാണ് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു, അതാണ് അവളുടെ ഹസ്ബൻഡ് വ്ളാഡിമർ. അങ്ങനെ 4 മണിക്കൂറത്തെ കാത്തിരിപ്പിന് ശേഷം ഇവരുടെ ആ ഒരു ഫ്ലൈറ്റ് വരികയാണ്. അപ്പൊ എല്ലാ യാത്രക്കാരും അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇപ്പൊ ലാരിസയുടെയും വ്ളാഡിമറിന്റെയും പിന്നിലായിട്ട് മറ്റൊരു യാത്രക്കാരനുണ്ടായിരുന്നു, ഗ്രൊമോവ്. ഇതാണ് അയാളുടെ പേര്. അത്യാവശ്യം പ്രായമായിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഈ ഗ്രൊമോവ് കുറെ കാലമായിട്ട് ഇവിടെ ജോലി ചെയ്ത് ഫാമിലിയുടെ അടുത്തേക്ക് എത്രയോ വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പോകണം. അപ്പൊ അതിന്റെ ആ ഒരു സന്തോഷത്തിലാണ് ഗ്രൊമോവ്. ആ കാര്യം നമ്മുടെ ലാരിസയോടും അതുപോലെ തന്നെ വ്ളാഡിമറിനോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ യാത്രക്കാരും ഫ്ലൈറ്റിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ കൺട്രോൾ റൂം കാണിക്കുകയാണ്. ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ഈ ഒരു ഫ്ലൈറ്റ് 4 മണിക്കൂർ ഡിലേ ആയിരിക്കുകയാണ്. അപ്പൊ ആ റൂട്ടിൽ പോകുന്ന വേറെയും ഫ്ലൈറ്റുകൾ ഉണ്ടാവും. അന്നത്തെ കാലത്ത് ഈ റഡാർ ടെക്നോളജി ഒന്നും അത്ര ടോപ്പായി വന്നിട്ടൊന്നുമില്ല. കുറേയൊക്കെ കാൽക്കുലേഷൻസിലൂടെയാണ് യാത്രകളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അതായത് ഈ ഫ്ലൈറ്റിന്റെ റൂട്ടൊക്കെ തീരുമാനിച്ചത്. മാത്രമല്ല ഈ ഫ്ലൈറ്റ് പോകുന്ന റൂട്ടിൽ ഒരുപാട് യുദ്ധവിമാനങ്ങൾ പോകുന്ന ഒരു ഏരിയ കൂടിയാണ്. അപ്പൊ ഈ കാര്യം സൂക്ഷിക്കാനൊന്ന് പൈലറ്റിനോട് പറയുന്നുണ്ട്. പിന്നീട് ഫ്ലൈറ്റിൽ കയറിയ പാട് തന്നെ വ്ളാഡിമർ സീറ്റ് ബെൽറ്റ് ഇടുകയാണ്. തൊട്ടടുത്ത് തന്നെ ലാരിസ ഉണ്ട്. അവളോടും ഇടാൻ പറയുമ്പോൾ എനിക്ക് ഈ ബെൽറ്റ് ഇടുന്ന കാര്യം ഒന്നും ഇഷ്ടമില്ല എന്ന് പറയണം. ആയിക്കോട്ടെ, കുഴപ്പമില്ല, നിന്നെ എന്തായാലും ഞാൻ പിടിച്ചോളാം എന്ന് പറയണം. രണ്ടുപേരും ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള കപ്പിൾസ് ആണ് കേട്ടോ. അങ്ങനെ അധികം വൈകാതെ തന്നെ ഈ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ആവുകയാണ്. മാത്രമല്ല കൺട്രോൾ റൂം, അവിടെ നിന്നും പൈലറ്റിന് ഇൻഫർമേഷനും കിട്ടുന്നുണ്ട്, എത്ര അടി ഉയരത്തിൽ പറക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഫ്ലൈറ്റ് ഏകദേശം മുകളിലേക്ക് എത്തി പറന്നുകൊണ്ടിരിക്കുകയാണ്. മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് എല്ലാ പാസഞ്ചേഴ്സും അവരുടെ ആ ഒരു സീറ്റ് ബെൽറ്റും കാര്യങ്ങളൊക്കെ മാറ്റുമല്ലോ. ഇതേ നേരത്ത് ഫ്ലൈറ്റിന് ചെറിയൊരു വൈബ്രേഷൻ വരുന്നുണ്ട്. ആ നേരത്ത് വ്ളാഡിമറിന്റെയും ലാരിസയുടെയും ബാഗ് താഴേക്ക് വീഴാണ്. അപ്പൊ അതിന്റെ ഉള്ളിലുണ്ടായിരുന്ന രണ്ടുപേരുടെയും എൻഗേജ്മെന്റ് റിംഗ് താഴേക്ക് വീണ് പോകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അവരതെടുത്ത് ബാഗിൽ വെക്കുകയാണ്. ഇതേ നേരം തന്നെ പൈലറ്റിന് കൺട്രോൾ റൂമിൽ നിന്നും മറ്റൊരു ഇൻഫർമേഷൻ കിട്ടുകയാണ്. ഇവരിപ്പോ പറന്നുകൊണ്ടിരിക്കുന്നത് 5500 അടി ഉയരത്തിലാണ്. പെട്ടെന്ന് തന്നെ 5500 അടി ഉയരം എന്നുള്ളത് 5100 എന്ന ഉയരത്തിലേക്ക് മാറ്റാൻ വേണ്ടി പറയണം. എന്നാൽ പൈലറ്റ് അതിന്റെ ആ ഒരു ഉയരം താത്തുന്നതിന് മുന്നേ ആയിട്ട് തന്നെ പെട്ടെന്ന് അതിലൂടെ ഒരു ഫൈറ്റർ വിമാനം പോവാണ് കേട്ടോ. ഒരിക്കലും പൈലറ്റ് അത് എക്സ്പെക്ട് ചെയ്തതല്ല. മാത്രമല്ല ഈ വിമാനങ്ങളുടെ വേഗത എന്നൊക്കെ പറയുന്നത് നമുക്കിപ്പോ കാർ ഓടിച്ച് വരുമ്പോൾ ഓപ്പോസിറ്റ് ഒരു കാർ വരുമ്പോൾ വെട്ടിക്കാൻ പറ്റും. പക്ഷേ ഇതിനങ്ങനെയൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ അപകടം അവിടെ സംഭവിക്കുകയാണ്. അതായത് ഈ പാസഞ്ചർ ഫ്ലൈറ്റ് ഉണ്ടല്ലോ, ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്ന ആ ഒരു ഫൈറ്റർ വിമാനം, അതിന്റെ ആ ഒരു ചിറക് വിമാനത്തിന്റെ ഒരു ഭാഗത്ത് തട്ടുന്നുണ്ട്. വിമാനം ക്രാഷായി. ഒരുപാട് പേര് സീറ്റ് ബെൽറ്റ് ഊരിയത് കൊണ്ട് തന്നെ എല്ലാവരും പുറത്തേക്ക് പറന്ന് തെറിച്ച് പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ ലാരിസ ഉണ്ടായിരുന്നു. എന്തോ ഭാഗ്യത്തിന് വ്ളാഡിമർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അവനിപ്പോ ഇറുക്കി ലാരിസയുടെ കയ്യിൽ പിടിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ പുറത്തേക്ക് തെറിച്ച് വീഴുകയാണ്. ഈ നേരത്ത് വ്ളാഡിമർ ലാരിസയോട് പറയുന്നുണ്ട്, ഒരു കാരണവശാലും നീ എന്റെ കൈ വിടരുത്, ഇറുക്കി പിടിച്ച് നിൽക്കുന്നു. അപ്പോഴേക്കും ഫ്ലൈറ്റ് പതിയെ പതിയെ താഴേക്ക് പോവാണ്. മാത്രമല്ല ഇത് 2 കഷ്ണമായി വേർവിട്ട് പോകുന്നുണ്ട്. അതിന്റെ ബേക്കിലുള്ള ആ ഒരു കഷ്ണത്തിലേക്ക് ലാരിസ ചെന്ന് വീഴുകയാണ്. മറ്റേ ഭാഗത്താണ് വ്ളാഡിമർ ഉള്ളത്. അങ്ങനെ 2 കഷ്ണമായ ഫ്ലൈറ്റ് അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ഫോറസ്റ്റിലേക്ക് നിലംപൊത്തി വീഴുകയാണ്. എന്നാൽ മരങ്ങളിൽ തട്ടിയിട്ട് ഈ ഫ്ലൈറ്റ് വീഴുന്നതിന്റെ വേഗത കുറഞ്ഞപ്പോൾ വേഗം തന്നെ ലാരിസ സീറ്റ് ബെൽറ്റ് ഇട്ട് ഒരു സീറ്റിൽ അങ്ങനെ സേഫ് ആയിട്ട് ഇരുന്നു കേട്ടോ. ഇപ്പൊ കാണിക്കുന്ന ആ ഒരു വിഷ്വലൊക്കെ ഭയങ്കര നമുക്കൊക്കെ പേടിയാവും. ഓക്കെ, എന്തായാലും പതിയെ അവൾ താഴേക്ക് വീണെങ്കിലും ആ വീഴ്ചയുടെ ആഘാതത്തിൽ അവളുടെ ബോധം നഷ്ടപ്പെടുകയാണ്. ഇവിടെ സീൻ കട്ടായി അടുത്ത സീനിൽ കാണിക്കുന്നത് 1 വർഷം മുന്നേ നടന്ന ഒരു സംഭവമാണ്. അതായത് എവിടെയോ പഠിക്കാൻ പോയിട്ട് തിരിച്ചു വരികയാണ് ലാരിസ. അവളിപ്പോ എയർപോർട്ടിൽ വന്നിറങ്ങി. അവളെ കൂട്ടാനായിട്ട് വ്ളാഡിമറും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ വ്ളാഡിമറിനെ കണ്ടപാട് തന്നെ ലാരിസ പറയാണ്, ഓഹോ, അപ്പൊ നീ എന്നെ മറന്നിട്ടില്ല അല്ലേ? ഇല്ല, ഞാൻ നിന്നെ മറന്നിട്ടില്ല, വാ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് വ്ളാഡിമർ അവളെയും കൂട്ടിയിട്ട് അവന്റെ കാറിൽ പോവാണ്. അപ്പൊ പോകുന്ന വഴിയിൽ ലാരിസ ചോദിക്കുന്നുണ്ട്, നീ പുതിയ കാറൊക്കെ വാങ്ങിയോ? സത്യം പറയടാ, വല്ലവരുടെയും കാറാണോ അല്ലെങ്കിൽ അടിച്ചു മാറ്റിയതാണോ? ഒന്ന് പൊടി അവിടുന്ന്, ഇത് എന്റെ തന്നെ കാറാ. കാർ എന്ന് പറഞ്ഞാൽ എന്റെ അമ്മ എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തന്നെയാന്ന് ഇപ്പോ നമ്മുടെ വ്ളാഡിമർ പറയാണ്. ഇതേ നേരം തന്നെ ലാരിസയുടെ വീടിന്റെ അടുത്തേക്ക് ഇവരെത്തി. എന്നാ ഇറങ്ങിക്കോന്ന് പറയാണ്. അപ്പൊ ലാരിസ പറയാണ്, എടോ എനിക്ക് താല്പര്യമില്ല, നമുക്കൊരു
നമുക്കൊരു കാര്യം ചെയ്താലോ, നമ്മൾ എപ്പോഴും പോകുന്ന ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അങ്ങോട്ടേക്ക് പോകാന്ന് പറയുന്നത് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ആ നാട്ടിലെ അങ്ങനെ ആരും അധികം പോകാത്ത നല്ല ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതിന്റെ ടോപ്പിലേക്ക് ഇവർ പോവാണ്. ഭയങ്കര രസമായിരുന്നു അവിടുന്ന് ആ ഒരു നഗരമൊക്കെ കാണാനായിട്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ലാരിസ് പറയണത്, എടാ എനിക്കൊരു സിഗരറ്റ് വലിക്കണം എന്നുണ്ട്, നീ ഒരെണ്ണം മേടിച്ചു കൊണ്ടുവരുമോ? ഓ അതിനെന്താന്ന് പറഞ്ഞിട്ട് വ്ളാഡിമിർ വേഗം തന്നെ പോവാണ്. ഒരു വൈനും അതുപോലെ തന്നെ സിഗരറ്റ് എല്ലാം മേടിച്ച് തിരിച്ചു വരികയാണ്. അപ്പോഴേക്കും നേരം ഒരു ഇച്ചിരി ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അവൻ വന്ന് നോക്കുമ്പോൾ ഒരു കാര്യം കണ്ട് അവൻ ഞെട്ടിപ്പോവാണ്. അതായത് ആ ഒരു ബിൽഡിങ്ങിന്റെ തുമ്പത്തേക്ക് ലാരിസ് പോയി നിൽക്കുകയാണ്, ചാടാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. അപ്പോഴേക്കും ആ ഒരു കുപ്പിയെല്ലാം താഴെ ഇട്ട് അവൻ ഓടിച്ചെന്ന് അവളെ പിടിക്കുകയാണ്. കാര്യം എന്താന്ന് ചോദിച്ചപ്പോൾ അവൾ ആകെ ഒരു ടെൻഷനിലായിരുന്നു. ഒരു വലിയ പരീക്ഷ എഴുതി അത് പാസ്സാകാൻ വേണ്ടി പോയതായിരുന്നു, പക്ഷേ അതിൽ ഫെയിലായി പോയി. അതിനുവേണ്ടി ഒരുപാട് കാശ് മുടക്കി. അപ്പൊ അതിന്റെ ആ ഒരു വിഷമാണ് അവൾക്ക്. ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും എന്താ പറയാ എന്നൊക്കെയുള്ള ഒരു അനാവശ്യമായ ടെൻഷനായിരുന്നു. ഇത് കേട്ടപ്പോൾ വ്ളാഡിമിർ പറയാണ്, ലാരിസ ഇതിനൊക്കെ നീ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഞാനൊരു 10 വട്ടമെങ്കിലും ആത്മഹത്യ ചെയ്യണമായിരുന്നു. ഇതിനേക്കാളും എത്രയോ വിഷയങ്ങളാണ് എന്റെ ലൈഫിൽ സംഭവിക്കുന്നത്. ഞാനൊരു കാര്യം ഇപ്പോഴേ നിന്റെ അടുത്ത് പറയാം, നിനക്ക് ഞാനുണ്ട്, എനിക്ക് നീയും വേണം. നീ എന്നെ വിട്ട് പോരുത്, എനിക്ക് അത്ര ഇഷ്ടം നിന്നെ. ഞാനുള്ളപ്പോ നീ എന്തിനാ പേടിക്കുന്നത്? എന്തായാലും ഇപ്പൊ ലാരിസയ്ക്ക് ഒരു ആശ്വാസമൊക്കെ ആയിട്ടോ. പിന്നീട് വ്ളാഡിമിർ തന്നെ അവളെ വീട്ടിലേക്ക് ആക്കി കൊടുക്കുകയാണ്. ആ സമയത്ത് ലാരിസയുടെ അമ്മയും അച്ഛനും അവൾക്ക് നല്ല സപ്പോർട്ടാണ് കൊടുക്കുന്നത്. ഒരു പരീക്ഷയെ തോറ്റാന്താ, നമുക്ക് നാട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ട് വേറൊരു പരീക്ഷ എഴുതാം. ഈ ലാരിസയുടെ അച്ഛന്റെ പേര് വെട്രോ, അതുപോലെ തന്നെ അമ്മയുടെ പേര് സെലിൻ ആണ്. നല്ല സപ്പോർട്ടാണ് രണ്ടുപേരും. അതുപോലെ തന്നെ നമ്മുടെ വ്ളാഡിമിറിന്റെ വീട്ടിൽ നോക്കുകയാണെങ്കിൽ സംഗതി ഒരു ഇച്ചിരി കുഴപ്പമായിട്ട് വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവൻ ഈ പെണ്ണിനെ കെട്ടാൻ പോകുന്നത് അവന്റെ അമ്മ ഐറനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവുന്നില്ല. കാരണം ഒരു ജോലിയില്ല, കയ്യിൽ കാശും ഇല്ല. അപ്പൊ ഞാൻ തന്ന കാറും അതുപോലെ തന്നെ ഞാൻ തരുന്ന കാശും ഇല്ലെങ്കിൽ നിനക്കൊന്നും ഉണ്ടാവില്ല, മര്യാദക്ക് പണിക്ക് പോടാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇൻസൾട്ട് ചെയ്തപ്പോൾ വ്ളാഡിമിറിനെ നന്നായിട്ട് കൊണ്ടു. അവൻ പറഞ്ഞു, അമ്മ തന്ന കാർ ഇനി എനിക്ക് വേണ്ട, ചാവി അവിടെ വെക്കാണ്. അതുപോലെ എന്റെ സ്വന്തം കാര്യം നോക്കാൻ എനിക്കറിയാന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു വീട് വിട്ട് ഇറങ്ങുകയാണ്. പിന്നീട് നേരെ പോകുന്നത് ലാരിസയുടെ കോളേജിലേക്കാണ്. അവിടെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു പേപ്പറിൽ അവളോട് ചോദിക്കുകയാണ്, എന്നെ കല്യാണം കഴിക്കാൻ നിനക്ക് താല്പര്യമുണ്ടോ? കണ്ണും പൂട്ടി നമ്മുടെ ലാരിസ ചാടി ഓടി അവന്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. രണ്ടുപേരും പുറത്തേക്ക് ഓടുന്നുണ്ട്. അപ്പൊ അവന്റെ ആ ഒരു സന്തോഷം കണ്ട് ലാരിസ ചോദിക്കുകയാണ്, എന്താണ് നീ വീട്ടിലേക്ക് പറഞ്ഞോ, അവര് സമ്മതിച്ചോ? ആ സമയത്ത് ചെറിയൊരു വിഷമത്തിൽ വ്ളാഡിമിർ പറയണത്, എന്തായാലും എന്റെ വീട്ടുകാർ സമ്മതിക്കില്ല, അതുകൊണ്ട് ഞാൻ എന്റെ കാർ അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഇനി അവരുടെ ഒരു ഹെൽപ്പ് ഇനി എനിക്ക് വേണ്ട, ഞാൻ പഠിക്കും, അതുപോലെ തന്നെ അതിന്റെ സൈഡായിട്ട് ഒരു ബിസിനസ്സും ചെയ്യും, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം എന്നൊക്കെ പറയുമ്പോൾ ലാരിസയുടെ മുഖം ആകെ മാറുകയാണ്. നീ എന്താ ഈ പറയുന്നത്? കാശില്ലാതെ എങ്ങനെ ജീവിക്കാനാ? ഞാൻ നിന്റെ കൂടെ വരാന്ന് സമ്മതിച്ചു തന്നെ നിന്റെ കാറും അതുപോലെ തന്നെ കാശെല്ലാം കണ്ടിട്ടാണ്. ഇങ്ങനെ ഒരു റിലേഷന് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ലാരിസ അവിടുന്ന് ഗൗരവത്തിൽ നടന്നു പോകണം. വ്ളാഡിമിർ ആകെ ഷോക്കായി പോയി. എന്നാൽ ഒരിച്ചിരി മുന്നോട്ടേക്ക് പോയിട്ട് ലാരിസ പൂരെ ചിരിയാണ്. വ്ളാഡിമിർ, നീ എന്താണ് പേടിച്ചു പോയോ? എടാ പൊട്ട, ഞാൻ നിന്നെ എങ്ങനെയാണ് ഇട്ടിട്ട് പോവുക? നീ ഇല്ലാണ്ട് ഞാൻ എങ്ങനെയാണ് ജീവിക്കുക? കാശും പാടും ഒന്നും വേണ്ട, നമുക്ക് നമ്മൾ മാത്രം മതി. അങ്ങനെ അധികം വൈകാതെ ലാരിസയും വ്ളാഡിമിറും കല്യാണം കഴിക്കുകയാണ്. രണ്ടുപേരും പഠിക്കുന്നുണ്ട്, അതിന്റെ കൂടെ തന്നെ ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു ചെറിയ കുടുംബമല്ലേ, കുഴപ്പമില്ലാതെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവരുടെ വീട്ടിലേക്ക് ലാരിസയുടെ അച്ഛനും അമ്മയും വരികയാണ്. അപ്പൊ അവരുടെ കഷ്ടപ്പാട് അറിയുന്നത് കൊണ്ട് തന്നെ കുറച്ച് കാശ് കൊടുക്കാന്ന് അവളുടെ അച്ഛൻ വെട്രോ പറയാണ്. എന്നാൽ നമ്മുടെ വ്ളാഡിമിർ പറയണത് അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ആഹാ, എന്തൊരു അന്തസ്സല്ലേ. എന്നാ പിന്നെ നമ്മളായിട്ടൊരു ഹണിമൂൺ പ്ലാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ആ ഒരു ട്രിപ്പിന് പോകുമെന്ന് ചോദിച്ചപ്പോൾ വ്ളാഡിമിർ പറയുന്നത്, അതും വേണ്ട, ഞാനും ഇവളും കൂടെ ഒരു ചെറിയ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ വ്ളാഡിമിർ ഭയങ്കര അഭിമാനിയാണ്. ആരുടെയും സഹായം എന്തോ അവന് ആവശ്യമില്ല, ജോലി ചെയ്ത് അധ്വാനിക്കുന്നില്ലേ, പിന്നെ എന്തിനാ ബാക്കിയുള്ളവരുടെ സഹായം? അങ്ങനെ ഭക്ഷണം എല്ലാം കഴിച്ച് ലാരിസയുടെ അച്ഛനും അമ്മയും പോവാണ്. അതുപോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ഒരു സിനിമക്ക് പോവാണ്. അപ്പൊ ആ ഒരു സിനിമയുടെ കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഒരു വലിയ ഫ്ലൈറ്റ് തകർന്നു വീണു, അതിൽ നിന്നും ഒരാൾ രക്ഷപ്പെടുകയാണ്. എന്നാൽ ആ ഒരു കൺസെപ്റ്റ് ലാരിസയ്ക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല. ഇതെന്ത് സിനിമയാടോ, എങ്ങനെയൊന്നും സംഭവിക്കില്ല എന്നാണ് ലാരിസ പറയുന്നത്. എന്തായാലും സിനിമയെല്ലാം കഴിഞ്ഞ് ഇതുപോലത്തെ സിനിമയ്ക്ക് ഇനി എന്നെ കൊണ്ടരുതെന്ന് പറഞ്ഞിട്ട് അവള് ചുമ്മാ കലിപ്പാവുകയാണ്. പിന്നീട് അവളൊന്ന് വാഷ്റൂമിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പൊ വ്ളാഡിമിർ പറയുന്നത്, ഞാൻ ആ ഒരു കഫേയിൽ ഉണ്ടാവും, നീ അങ്ങോട്ടേക്ക് വന്നാൽ മതി എന്ന്. അപ്പൊ ലാരിസ പറയുന്നത്, അവിടെ തന്നെ ഉണ്ടാവണേ, ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരും. അങ്ങനെ വാഷ്റൂമിൽ പോയി മുഖമെല്ലാം ഒന്ന് കഴുകി ഒന്ന് ക്ലീൻ ആയി അവള് പുറത്തേക്ക് വരുന്ന സമയത്ത് ആ ഒരു സ്ഥലത്ത് ആരെയും കാണാനില്ല. ലൈറ്റ് എല്ലാം ബ്ലിങ്ക് ആവുന്നുണ്ട്. അവൾക്കാകെ പേടിയായി. ഫുള്ള് വിജനമായി കിടക്കണം, ഒരാൾ പോലും ഇല്ല. ഈ സമയത്ത് ഒരു ഡോറ് അവൾ കാണുകയാണ്. പതി ആ ഒരു ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അതൊരു ഫോറസ്റ്റ് ആയിരുന്നു. ഇതെന്ത് ഇവിടെ ഈ സംഭവിക്കുന്നത്? അങ്ങനെ ആ കാട്ടിലൂടെ അവൾ നടക്കുന്ന സമയത്ത് തകർന്ന് വീണ് കിടക്കുന്ന ഒരു ഫ്ലൈറ്റ് കാണുകയാണ്. ആ ഫ്ലൈറ്റിൽ ഒരു സീറ്റിൽ കുടിയും കിടക്കുന്ന ഒരു സ്ത്രീയും നമ്മുടെ ലാരിസ കാണുന്നുണ്ട്. അവൾ നേരെ അങ്ങോട്ടേക്ക് ചെന്നു. അവൾ ആ ഒരു സ്ത്രീയുടെ മുഖത്തേക്ക് നോക്കി. ആ സ്ത്രീ അത് മറ്റാരുമല്ല, അത് അവള് തന്നെയായിരുന്നു. പതിയെ ലാരിസ അവളുടെ മുഖത്തേക്ക് ഒന്ന് തൊട്ടു നോക്കുകയാണ്. പെട്ടെന്ന് തന്നെ ലാരിസ കണ്ണ് തുറക്കുന്നുണ്ട്. അതായത് ഇത്രയും നേരം ഈ കണ്ടതൊക്കെ ലാരിസയുടെ ഒരു ഇല്യൂഷൻ അല്ലെങ്കിൽ ഒരു സ്വപ്നം മാത്രമായിരുന്നു. ആ അപകടത്തിൽപ്പെട്ട് അവൾ ആ ഒരു കാട്ടിൽ വീണ് കിടക്കുകയാണ്. എന്നാൽ അതിനു മുന്നേ കാണിച്ച സംഭവങ്ങളൊക്കെ അവളുടെ ലൈഫിൽ സംഭവിച്ചു തന്നെയാണ് കേട്ടോ. ലാരിസയും വ്ളാഡിമിറും ഒരുമിച്ച് ഒരു ട്രിപ്പിന് പോകുമായിരുന്നു. അപ്പോഴാണ് ഈ അപകടം സംഭവിക്കുന്നത്. എന്തായാലും കണ്ണ് തുറന്ന് നോക്കിയ ലാരിസയ്ക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല. നോക്കുമ്പോൾ എന്താ, കാലിന്റെ ഉള്ളിലൂടെ ഒരു ഷാർപ്പായിട്ടുള്ള ഇരുമ്പിന്റെ ഒരു പീസ് കേറി തുളച്ചപ്പുറം എത്തിയിട്ടുണ്ട്. അവൾക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. എന്നാലും എങ്ങനെയൊക്കെയോ കരഞ്ഞ നിലവിളിച്ച് ആ കമ്പി കാലിന്റെ ഉള്ളിൽ നിന്ന് ഊരിയെടുക്കുകയാണ് കേട്ടോ. തളർന്നു പോയി എന്ന് പറയും, അത്രയും ചോരയും പോയിട്ടുണ്ട്. എന്നാലും ആ ഉള്ള ബോധത്തിൽ അവൾ ഉറക്കനെ വ്ളാഡിമിറിനെ വിളിക്കുകയാണ്. പക്ഷേ ചുറ്റുമൊന്നും ആരും വിളി കേൾക്കുന്നൊന്നുമില്ല. തൊട്ടപ്പുറത്തായിട്ട് മറ്റൊരു സ്ത്രീ കിടക്കുന്നുണ്ട്. എന്നാൽ അവർ ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. തലയിൽ
തലയിൽ കാര്യമായിട്ട് എന്തോ തട്ടിയിട്ടുണ്ട്. അങ്ങനെ ലാരിസ ചുറ്റും നോക്കുന്ന സമയത്ത് ജീവനുള്ള ഒന്നിനെയും തന്നെ കാണുന്നില്ല. അധികം വൈകാതെ അവളുടെ ആ ഒരു രക്തം വാർന്ന് അവളുടെ ബോധം നഷ്ടമാകുകയാണ്. മാത്രമല്ല ഇതുപോലെ വലിയൊരു അപകടം സംഭവിച്ച കാര്യം പെട്ടെന്ന് തന്നെ പട്ടാളക്കാർ അറിയാണ്. ഈ സമയത്ത് മിലിറ്ററി ജനറൽ ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ച് ഒരു ജോലി ഏൽപ്പിക്കുകയാണ്. ക്യാപ്റ്റൻ വിക്ടർ. അതായത് എങ്ങനെ ഈ ഒരു ദുരന്തം സംഭവിച്ചു, ആരൊക്കെയാണ് ആ യാത്രയിൽ ഉണ്ടായിരുന്നത്, ആരാണ് ഇതിന്റെ കാരണക്കാരൻ, അങ്ങനെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പറയാണ്. വിക്ടർ വേഗം തന്നെ അങ്ങോട്ടേക്ക് പോവാണ്. കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇൻസ്പെക്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ അവരുടെ ഒരു കണക്കുകൂട്ടൽ വെച്ച് ഈ അപകടത്തിൽ നിന്നും ആരും രക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് പാസഞ്ചേഴ്സ് ലിസ്റ്റ് എടുത്ത് ഓരോരുത്തരുടെ വീട്ടിലേക്കും ഇതുപോലെ ലെറ്റർ അയച്ചു. ഒരു അപകടം സംഭവിച്ചു, ആള് മരിച്ചുപോയി എന്ന രീതിയിൽ ആ കത്ത് ഇപ്പോ നമ്മുടെ സെലിന്റെ കയ്യിലെത്താണ്. അതായത് ലാരിസയുടെ അമ്മയുടെ കയ്യിൽ. എന്തായിരിക്കും ആ ഒരു സ്ത്രീയുടെ വികാരം? നെഞ്ചുപൊട്ടി കരയാണ്. അതുപോലെ തന്നെ ഈ വിക്ടറിന്റെ നേതൃത്വത്തിൽ ഒരു ടീം ആ ഒരു സംഭവ സ്ഥലത്തേക്ക് പോയിട്ട് അവിടെ മുഴുവനായിട്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിക്ടർ ഇപ്പോൾ ഒരു ഹെലികോപ്റ്ററിലാണ് പോകുന്നത്. അപ്പൊ ഈ പോകുന്ന ഹെലികോപ്റ്ററിന്റെ ശബ്ദം നമ്മുടെ ലാരിസ് കേൾക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ട് അവളുടെ ആ ഒരു ബോധം വന്ന് വേഗം തന്നെ ഒരു വിധത്തിൽ വേച്ച് നടന്ന് കയ്യിലുണ്ടായിരുന്ന ഒരു തുണിയുടെ കഷ്ണം മുകളിലേക്ക് അവൾ അങ്ങനെ വീശുന്നുണ്ട്. അപ്പൊ ആ ഒരു ഹെലികോപ്റ്റർ മുന്നോട്ടേക്ക് കൊണ്ടുവന്ന പൈലറ്റ് ഇതുപോലെ എന്തോ ഒന്ന് കണ്ടു. സാറേ, താഴെ ഒരു പെൺകുട്ടി ഉണ്ടോ എന്ന് എനിക്കൊരു സംശയം, ഒരു മിന്നായം പോലെ ഞാൻ കണ്ടു. ഇത് കേട്ടപ്പോൾ ഈ ഒരു വിക്ടർ പറയാണ്, എന്താണോ താൻ ഈ പറയുന്നത്? ആ ഫ്ലൈറ്റിൽ നിന്ന് രക്ഷപ്പെട്ട ആരെങ്കിലും ആയിരിക്കും അത് എന്നാണോ താങ്കൾ ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, 5 കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് വിമാനം താഴേക്ക് വീണിരിക്കുന്നത്. ഒരു കാരണവശാലും ആരും സർവൈവ് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ല. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവുക ആ കാട്ടിൽ താമസിക്കുന്ന തന്നെ ഏതെങ്കിലും ആൾക്കാരെ ആയിരിക്കും. അതുപോലെ തന്നെ ഇതുപോലെ സെർച്ചിങ്ങിന് വന്ന ടീം മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഈ ഫ്ലൈറ്റ് 2 കഷ്ണമായിട്ടാണല്ലോ പൊട്ടിയിട്ട് താഴേക്ക് വീണത്. ലാരിസ വീണ ഫ്ലൈറ്റിന്റെ ആ ഒരു ഭാഗമല്ല, രണ്ടാമതൊരു പീസ് ഉണ്ടായിരുന്നില്ലേ, ആ പീസ് ഇപ്പൊ സെർച്ചിന് വന്ന ആൾക്കാർ കണ്ടുപിടിക്കുകയാണ്. അതിൽ നിന്നും ഒരുപാട് മൃതദേഹങ്ങൾ മാത്രമായിട്ട് ഇവർക്ക് കിട്ടുന്നുണ്ട്. എല്ലാം ഇവർ അവിടുന്ന് കളക്ട് ചെയ്യാണ്. എന്നിട്ട് ഇവരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജനറലും വിക്ടറും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ ജനറൽ എല്ലാവരോടും പറയുന്നത്, ചുമ്മാ ഇങ്ങനെ അവിടെ ഇവിടെയും നോക്കാതെ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന ഓരോ ഭാഗവും മാർക്ക് ചെയ്യണം. കാരണം ഒരു ചെറിയൊരു ഹോപ്പിന് വേണ്ടിയിട്ടാണ്. ആരെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിലോ, അതായത് കാടിന്റെ എല്ലാ ഭാഗവും വളരെ കൃത്യതയോട് കൂടിയിട്ട് അരിച്ച് പെറുക്കണം എന്ന് പറയണം. പിന്നെ ഈ സംഭവത്തിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും എനിക്ക് റിപ്പോർട്ടായിട്ട് കിട്ടുകയും വേണം. എത്രയും പെട്ടെന്ന് ജോലി തീരുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാന്ന് ജനറൽ ഇപ്പോൾ വിക്ടറിനോട് പറയണം. തീർച്ചയായിട്ടും സാറേ, ഞാൻ വേഗം ചെയ്യാന്ന് പറയണം. അതുപോലെ ലാരിസ മരിച്ചു എന്നുള്ള ആ ഒരു കത്ത് അവളുടെ അമ്മ സെലിന് കിട്ടിയല്ലോ. ആ ഒരു കത്തുമായിട്ട് സെലിൻ ഇപ്പോൾ നേരെ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിന്റെ അടുത്തേക്ക് വരികയാണ്. അതായത് അവൾ ഒരു കാർ അപകടത്തിൽ മരിച്ചു എന്നാണ് ആ ഒരു ലെറ്ററിൽ എഴുതിയിരിക്കുന്നത്. എന്നാൽ അങ്ങനെ വരാൻ സാധ്യതയില്ല. അവൾ പോയത് ഫ്ലൈറ്റിലാണ്. പിന്നെ എങ്ങനെയാ കാർ അപകടത്തിൽ മരിക്കുക? ഈ കാര്യം ആ ഒരു ഗവൺമെന്റ് ഒഫീഷ്യലിനോട് ചോദിക്കുമ്പോൾ അവർ ഒഴിഞ്ഞു മാറുകയാണ്. നല്ല രീതിയിലുള്ള ഒരു മറുപടിയല്ല അവരുടെ ഭാഗത്തു നിന്ന് കിട്ടുന്നത്. ഇനിയിപ്പോ മകള് ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ മരിച്ചുപോയോ എന്നുള്ള കാര്യത്തിലൊന്നും സെലിന് ഒരു വ്യക്തത കിട്ടുന്നില്ല. എന്ത് ചെയ്യണമെന്ന് ആ സ്ത്രീക്ക് ഒന്നും അറിയുന്നുമില്ല. ഇതേ സമയത്ത് തന്നെ കാട്ടിൽ കാണിക്കുകയാണ് നമ്മുടെ ലാരിസ. അവള് മാത്രം സർവൈവ് ആയിട്ടുണ്ട്. എന്നാൽ നല്ലൊരു ആരോഗ്യത്തിലൊന്നും അല്ല അവള്. കാലിൽ വലിയ മുറിവുണ്ട്. ഒരു തുണി വെച്ച് അത് കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ഒരു കമ്പം കുത്തി വേച്ചാണ് അവള് നടക്കുന്നത്. ചുറ്റുഭാഗത്ത് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി. അങ്ങനെ പതിയെ ആ ഒരു വടിയും കുത്തി നടക്കുന്ന സമയത്ത് ദാണ്ടെ തൊട്ട് മുന്നിലായിട്ട് ഒരുത്തൻ അങ്ങനെ നിൽക്കുകയാണ്. മറ്റാരുമല്ല, ഒരു കടുവ തന്നെ. മരിച്ചു കിടക്കുന്ന ആൾക്കാരുടെ ശവം പതിയെ തിന്നുമായിരുന്നു ആ ഒരു കടുവ. എന്നാൽ ജീവനുള്ള നമ്മുടെ ലാരിസയെ കണ്ടപ്പോൾ അവൾക്ക് നേരെ ആ ഒരു കടുവ വരുന്നുണ്ട്. ഒരു നിമിഷ നേരത്തേക്ക് അവളൊന്ന് ഷോക്കായി പോവാണ്. പെട്ടെന്ന് തന്നെ ഓടുന്നുണ്ട്. എന്നാൽ അതേ നേരം അതിലൂടെ പോയ ഒരു ഹെലികോപ്റ്റർ, അതിന്റെ ശബ്ദം കേട്ട് ഈ കടുവ അതിന്റെ പിന്നാലെ പായാണ്. അതുകൊണ്ട് മാത്രം താൽക്കാലികമായിട്ട് ലാരിസ ഇപ്പൊ രക്ഷപ്പെട്ടു. അതുപോലെ കുറെ നേരം വിശ്രമിക്കാനായിട്ട് ഒരു മരത്തിന്റെ ചുവട്ടിൽ അവൾ അങ്ങനെ ഇരിക്കുന്നുണ്ട്. ആ നേരത്തെ ഒരു ടെഡി ബിയറിനെ അവളുടെ കയ്യിൽ കിട്ടുകയാണ്. മാത്രമല്ല അവൾക്ക് ചുറ്റും ഇങ്ങനെ നോക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഏകാന്തത ഫീൽ ആവുകയാണ്. ഒറ്റയ്ക്കായി പോയില്ലേ, ഇനി ആരും ജീവനോട് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ മൈൻഡ് മറ്റൊരു രീതിയിൽ ചിന്തിക്കുന്നത്. അതായത് ഈ ഫ്ലൈറ്റ് 2 കഷ്ണമായിട്ടാണല്ലോ താഴേക്ക് വീണത്. മറ്റേ കഷ്ണത്തിന്റെ ഉള്ളിലാണ് വ്ളാഡിമിർ ഉള്ളത്. അപ്പൊ എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് പോവാണെങ്കിൽ ഇനി അവൻ ജീവനോടുണ്ടെങ്കിൽ അവനെ രക്ഷപ്പെടുത്താലോ. എന്നാൽ ഏത് വഴിക്ക് പോകും? കിഴക്കാണെങ്കിൽ കിഴക്കോട്ട് ഇങ്ങനെ നടന്നു പോകാം എന്ന് അതെങ്ങനെ മനസ്സിലാക്കും? ആ സമയത്താണ് പണ്ട് വ്ളാഡിമിർ അവർക്ക് പറഞ്ഞു കൊടുത്ത ഒരു കാര്യം അവൾക്ക് ഓർമ്മ വരുന്നത്. ഒരു പിന്നെടുത്ത് ദേഹത്ത് നന്നായിട്ട് വരച്ചാൽ അതിന് ചെറിയൊരു ചാർജ് ഉണ്ടാവും. ആ പിന്നീട് ഒരു ഇലയിലിട്ട് അത് വെള്ളത്തിലിട്ടാൽ അത് ഏത് ഭാഗത്തേക്കാണോ തിരിയുന്നത് അത് തെക്ക്. അതുപോലെ തന്നെ ലാരിസ ഇപ്പൊ ചെയ്തു നോക്കുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ദിശയിലേക്ക് ആ ഇല അങ്ങനെ ചെരിഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പൊ ഇത് തന്നെ ആ ഒരു ദിശ. അവൾ എന്തായാലും അങ്ങോട്ടേക്ക് നടക്കാൻ തീരുമാനിച്ചു. അതിന് മുന്നേ ആയിട്ട് കുത്തിപ്പിടിച്ച് നടക്കാനായിട്ട് നല്ലൊരു വടി സെറ്റാക്കുകയാണ്. ഒരു കവറിൽ നിറയെ വെള്ളം എടുക്കുന്നുണ്ട്. അതുപോലെ കാലിന്റെ ചെരുപ്പിന്റെ ഹീലും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് മര്യാദക്ക് നടക്കാൻ പാകത്തിനാക്കുകയാണ്. ഇതേ നേരം തന്നെ ഗാർഡ്സും ഒരുപാട് ഫോറസ്റ്റിന്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ജീവനുള്ള ആരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ വിമാനത്തിന്റെ മറ്റു ഭാഗങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? അവർ അതിന്റെ ആ ഒരു തെരച്ചിലാണ് ഇപ്പോൾ. ഇതേ സമയം തന്നെ ലാരിസ നടത്തത്തിലാണ്. ചില സമയത്തൊക്കെ ക്ഷീണം തോന്നുമ്പോൾ അവൾ ഒന്ന് ഇരിക്കുക കേട്ടോ. ആ ഇരിക്കുന്ന സമയത്ത് പല പഴയ കാര്യങ്ങളും അവൾക്ക് ഓർമ്മ വരുന്നുണ്ട്. അതായത് നമ്മുടെ വ്ളാഡിമിറിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു നല്ല നിമിഷങ്ങൾ, അവർ രണ്ടുപേരും ട്രക്കിങ്ങിനൊക്കെ പോയാൽ ആ കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. പിന്നീട് അവൾ വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ ആരംഭിച്ചു. കയ്യിലൊരു വടിയുണ്ടല്ലോ, അതുകൊണ്ട് കുത്തിയാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഒരു ഭാഗത്ത് കുത്തിയ സമയത്ത് എന്തോ ചളി ഉള്ളതുപോലെ തോന്നുകയാണ്. അപ്പൊ നന്നായിട്ട് വടി കൊണ്ട് കുത്തിയ സമയത്ത് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിലൂടെ നടക്കാന്ന് കരുതിയിട്ട് അവള് കാലെടുത്ത് വെച്ചതും കാല്
പെട്ടെന്ന് ചളിയിലേക്ക് താന്നു പോവാണ്. പെട്ടെന്ന് തന്നെ കാല് വലിച്ച് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ ഒന്നുകൂടെ അതിലേക്ക് അവള് താന്നു പോവാണ് ചെയ്തത്. ആകെ ആ ഒരു ചതുപ്പിൽ കുടുങ്ങിയതുപോലെ ആവുകയാണ്. പിന്നീട് എങ്ങനെയൊക്കെയോ ഒരു വേരിൽ ഒരു ഇച്ചിരി പിടുത്തം കിട്ടി. ആ പിടുത്തത്തിൽ അവൾ എങ്ങനെയൊക്കെയോ പിടിച്ച് കയറി രക്ഷപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ മുന്നോട്ടേക്ക് പോകുമ്പോൾ അത്യാവശ്യം ചെരിവുള്ള ഒരു കുന്നിലേക്കാണ് എനിക്ക് കയറേണ്ടത്. കാലിനറിയാലോ നല്ലൊരു മുറിയുണ്ട്, അതുകൊണ്ട് തന്നെ നടത്താൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നിരുന്നാലും കഷ്ടപ്പെട്ട് ആ വടിയും കുത്തി അവൾ അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് കാലങ്ങ് തെന്നി പോവാണ്. തെന്നിയത് മാത്രമല്ല താഴേക്ക് ഉരുണ്ടടിച്ച് വീഴുന്നുണ്ട്. ആ വീഴ്ചയിൽ അവളുടെ ബോധം പോയി. എന്നാലും കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കണ്ണു തുറക്കാണ്. അവളുടെ മൈൻഡിൽ ഇപ്പോൾ ഒരൊറ്റ ചിന്തയുള്ളൂ, വ്ളാഡിമർ ജീവനോടുണ്ടെങ്കിൽ അവനെ രക്ഷപ്പെടുത്തിയേ മതിയാവുള്ളൂ. അപ്പൊ ആ ഒരു എനർജിയിൽ വീണ്ടും എഴുന്നേറ്റ് നടക്കാൻ ആരംഭിക്കുകയാണ്. ഇപ്പൊ മറ്റൊരു ഭാഗത്ത് വിക്ടർ ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചുള്ള വിശദമായ അന്വേഷണത്തിലാണ്. ആ സമയത്ത് 2 പൈലറ്റിനെ അവിടെ ഹാജരാക്കുന്നുണ്ട്. 2 ഫൈറ്റർ ജെറ്റുകൾ ഓടിച്ച പൈലറ്റുമാരാണ് ഇവര് രണ്ടുപേരും. ഒരുമിച്ച് ആ 5000 അടി മുകളിലൂടെ പറന്നു വരുന്ന സമയത്ത് അതിൽ ഒരുത്തൻ ഇതുപോലൊരു പാസഞ്ചർ ഫ്ലൈറ്റ് കണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ കുറച്ച് ദൂരത്ത് കണ്ടപ്പോൾ തന്നെ അവൻ ചെറുതായിട്ടൊന്ന് ഡൈവ് എടുത്തു. എന്നാൽ മറ്റേ ആൾക്ക് അതിന് പറ്റിയില്ല. ഇയാളുടെ ആ ഒരു ഫ്ലൈറ്റിന്റെ ചിറക് പോയിട്ട് മറ്റേ വിമാനത്തിന്റെ പകുതി ഭാഗത്ത് തട്ടുകയാണ്. അങ്ങനെയാണ് ശരിക്കും ഇങ്ങനെ ഒരു ക്രാഷ് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ ആരെങ്കിലും തെറ്റുകാരാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും തെറ്റുകാരാണ്. അതുപോലെ തന്നെ ആരും പൂർണ്ണമായിട്ടും കുറ്റം പറയാനും പറ്റില്ല. ഇതേ നേരം ലാരിസയെ കാണിക്കുകയാണ്. അവളിപ്പോ ആ ഒരു കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് വീണ്ടും ആ ഒരു കടുവയെ അവൾ കാണുന്നത്. നേരത്തെ രക്ഷപ്പെട്ടു, പക്ഷെ ഇത്തവണ രക്ഷപ്പെടുവോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അവളെ കണ്ടപാട് തന്നെ അവളുടെ പിന്നാലെ ആ ഒരു കടുവ വരുന്നുണ്ട്. എന്നാൽ ഇത്രയും നേരം വേച്ച് നടന്ന ലാരിസ കടുവയെ കണ്ടപ്പോൾ നല്ല വേഗത്തിൽ ഓടുകയാണ്. അത് പിന്നെ ജീവനിൽ കൊതിയുണ്ടാവില്ല ആർക്കും. അങ്ങനെ ഈ ഓടുന്ന ഓട്ടത്തിനിടയിൽ ചെറിയൊരു വിടവിന്റെ ഉള്ളിലേക്ക് അവൾ വീഴുകയാണ് കേട്ടോ. ആ വീഴ്ചയിൽ നന്നായിട്ട് തന്നെ അവൾക്ക് വേദന എടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു പെണ്ണ് എന്തൊക്കെയാ അനുഭവിക്കുന്ന ഈ കാട്ടിൽ കിടന്ന്. പക്ഷെ ആ ഒരു വീഴ്ച അത് അനുഗ്രഹമായി എന്ന് പറയാം. കാരണം ആ ഒരു വീഴ്ച വീണ സമയത്ത് ആ ഒരു തിണ്ടിന്റെ ചെരുവിലായിട്ട് അവൾ ഒളിച്ചിരിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കടുവ മുകളിൽ വന്ന് നോക്കി, താഴേക്കും നോക്കി, അപ്പോഴൊന്നും അവളെ കാണാൻ പറ്റുന്നില്ല. നല്ല സമയത്ത് അവൾക്ക് ഒളിച്ചിരിക്കാൻ പറ്റി. അപ്പൊ എന്തായാലും ആ ഒരു വീഴ്ച അതൊരു അനുഗ്രഹമാണല്ലോ. എന്തായാലും വീണ്ടും മുന്നോട്ടേക്ക് പോവാണ്. സന്ധ്യാസമയം ആകാനായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തണുപ്പ് വരുന്നുണ്ട്. ആ നേരത്ത് അവിടെ വെച്ച് അവൾക്കൊരു പെട്ടി കിട്ടുകയാണ്. അതായത് ഈ ഫോറസ്റ്റിന്റെ പല ഭാഗത്തായിട്ട് ആ ഒരു വിമാനം ക്രാഷായി അതിലുള്ള പല സാധനങ്ങളും വീണിട്ടുണ്ട്. അപ്പൊ ആ ഒരു പെട്ടി തുറന്നു നോക്കിയപ്പോൾ ഫ്ലൈറ്റിൽ കയറാൻ നിൽക്കുമ്പോൾ നമ്മുടെ വ്ളാഡിമറും ലാരിസയും കൂടെ ഒരാളെ പരിചയപ്പെട്ടില്ലേ, ഗ്രൊമോവ്. കുറെ നാളുകൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന ഗ്രൊമോവ്. ആ ആളുടെ പെട്ടിയാണിത്. എന്തോ ഭാഗ്യത്തിന് അതിൽ കുറച്ച് ഭക്ഷണം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ലൈറ്റർ ഉണ്ടായിരുന്നു. വേഗം തന്നെ ഭക്ഷണം കഴിക്കുകയാണ്. സന്ധ്യാനേരം ആകാനായല്ലോ, നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആ ലൈറ്റർ കൊണ്ട് കുറച്ച് വിറക് എല്ലാം കൂട്ടി വെച്ച് അവിടെ തീ ഉണ്ടാക്കുകയാണ്. ഈ തണുപ്പത്ത് ആ ഒരു ചൂട് വല്ലാത്തൊരു ആശ്വാസമായിരുന്നു. പിന്നീട് ഗ്രൊമോവ് അയാളുടെ ബാഗിൽ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കുമ്പോൾ ചെറിയ കളിപ്പാട്ടങ്ങളും കാറുകളൊക്കെ ഉണ്ട്. ആ സമയത്താണ് ലാരിസയ്ക്ക് ആ കാര്യം ഓർമ്മ വന്നത്. ഈ ഗ്രൊമോവ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് വാങ്ങിയ ഗിഫ്റ്റ് ആയിരിക്കും അത്. അവൾക്ക് അത് കണ്ട് ഭയങ്കരമായിട്ട് വിഷമാവുകയാണ്. ആ അച്ഛന് തന്റെ കുഞ്ഞുങ്ങളെ കാണാൻ പറ്റിയില്ലല്ലോ. അതുപോലെ വീണ്ടും ലാരിസ അവളുടെ ആ ഒരു പഴയ ഓർമ്മകളിലേക്ക് പോവാണ്. ഇവർ രണ്ടുപേരും കൂടെ ഒരു ട്രക്കിങ്ങിന് പോയ സമയത്ത് ഒരു കാടിന്റെ അരികിൽ ഇരുന്നുകൊണ്ട് വ്ളാഡിമർ അവന്റെ പുസ്തകത്തിൽ എന്തോ വരച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് ലാരിസ് ചോദിച്ചപ്പോൾ അതൊന്നുമില്ല, അതൊരു സർപ്രൈസ് ആണ്, പിന്നെ കാണിച്ചു തരാന്ന് പറയണം. അതുപോലെ തന്നെ മഴ പെയ്യാനായിട്ടുണ്ട്. അപ്പൊ വ്ളാഡിമർ ലാരിസിയോട് പറയണം, നീ എന്തായാലും ഇവിടെ ഇരിക്കും, ഞാൻ പോയിട്ട് കുറച്ച് വിറകെടുത്തിട്ട് വേഗം വരാമെന്ന്. അങ്ങനെ വിറകെടുക്കാനായിട്ട് അവൻ ഉൾക്കാട്ടിലേക്ക് പോയി. എന്നാൽ പോയിട്ട് കുറെ നേരമായിട്ടും അവൻ വന്നില്ല. പതിയെ ഇരുട്ടി തുടങ്ങിയപ്പോൾ ലാരിസക്ക് നല്ല പേടിയായിട്ടോ. അതുകൊണ്ട് തന്നെ കാടിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോയിട്ട് ഒരുപാട് നേരം അവനെ വിളിച്ചു. എന്നാൽ അവൻ വന്നില്ല. അതുകൊണ്ട് തന്നെ ഭയം കാരണം ലാരിസ് പോയിട്ട് ആ ഒരു ടെന്റിന്റെ ഉള്ളിൽ കിടക്കാണ്. അപ്പോഴേക്കും ചെറുതായിട്ട് മഴയൊക്കെ പെയ്തായിരുന്നു. കുറെ നേരം കഴിഞ്ഞപ്പോഴാണ് വിറകുമായിട്ട് വ്ളാഡിമർ വന്നത്. വ്ളാഡിമർ ഇപ്പോൾ ലാരിസയെ വിളിച്ച സമയത്ത് അവള് മൈൻഡ് ആക്കുന്നില്ല കേട്ടോ, ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പോൾ വ്ളാഡിമറിന്റെ കാര്യം മനസ്സിലായി. സോറി അടി, അറിയാതെ പറ്റിപ്പോയതാ, വിറക് കിട്ടിയില്ല, അതാ ഇത്ര ലേറ്റ് ആയത്, നമുക്ക് എന്തായാലും ഭക്ഷണം കഴിക്കാം. പക്ഷേ നമ്മുടെ ലാരിസ് നല്ല ദേഷ്യത്തിലായിരുന്നു. എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, നീ പൊയ്ക്കെന്ന് പറഞ്ഞിട്ട് അവനോട് ഭയങ്കര കലിപ്പിൽ നിൽക്കുകയാണ്. എന്നാൽ വ്ളാഡിമർ തന്നെ അവളുടെ ആ ഒരു ദേഷ്യമെല്ലാം മാറ്റി രണ്ടുപേരും പിന്നീട് അവിടെ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ശരിക്കും ഈ ഒരു സംഭവമൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ഓർമ്മകളൊക്കെ ലാരിസക്ക് ഭയങ്കര അധികം എന്താ പറയാ, അവളുടെ മനസ്സിനൊരു ഭയങ്കര സന്തോഷം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതേ നേരം തന്നെ ക്യാപ്റ്റൻ വിക്ടർ അദ്ദേഹം കളക്ട് ചെയ്ത വിവരങ്ങളെല്ലാം മേലുദ്യോഗസ്ഥനായിട്ടുള്ള ജനറലിന് കൊടുക്കണമല്ലോ. സോ വിക്ടർ ജനറലിനോട് പറയുന്ന കാര്യങ്ങൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പൂർണ്ണമായിട്ടും ആ ഒരു പൈലറ്റിനെയോ അല്ലെങ്കിൽ അപകടം നടന്ന ആ ഒരു ഫ്ലൈറ്റ് ഉണ്ടല്ലോ അതിൽ ആ ഒരു പൈലറ്റിനെയോ കുറ്റം പറയാൻ കഴിയില്ല. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറന്നു വരുന്ന ഫൈറ്റർ ജെറ്റിലെ പൈലറ്റുമാരോട് ഇതുപോലെ ലേറ്റ് ആയിട്ടുള്ള ഒരു വിമാനം ആ വഴി വരുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ കൺട്രോൾ റൂമിൽ നിന്ന് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ആ ഫൈറ്റർ ജെറ്റ് ഓടിച്ചിരുന്ന ആൾക്കാർ അമിതമായ വേഗത്തിലായിരുന്നു. അത്ര വേഗത്തിൽ അവരും വരാൻ പാടില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ മിസ്റ്റേക്ക് രണ്ടുപേരുടെ ഭാഗത്തുമുണ്ട്. ആരെയാണ് പൂർണ്ണമായിട്ടും കുറ്റക്കാരാക്കേണ്ടതെന്നും എനിക്കറിയില്ല. വിക്ടറിനെ ഏൽപ്പിച്ച കാര്യങ്ങൾ വ്യക്തമായിട്ട് തന്നെ കാര്യങ്ങൾ പഠിച്ച് ഇപ്പൊ ജനറലിനോട് പറയാണ്. ഇതേ സമയത്ത് തന്നെ ലാരിസ അവളെപ്പോഴും ആ ഒരു കാട്ടിൽ തന്നെയാണല്ലോ. കുറെ നേരം ഇങ്ങനെ നടക്കുകയല്ലാതെ ആ ഫ്ലൈറ്റിന്റെ ബാക്കിയുള്ള ഭാഗം അവൾക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു കുന്നിന്റെ മുകളിലേക്ക് കയറി നോക്കുമ്പോൾ കുറച്ച് അകലെയായിട്ട് ഒരു നദി കാണുന്നുണ്ട്. ആ നദിയുടെ അപ്പുറം ഭാഗത്തായിട്ട് ഫ്ലൈറ്റിന്റെ ഒരു ഭാഗം കാണുകയാണ്. എന്തായാലും മലയിറങ്ങി അവൾ താഴേക്ക് വരികയാണ്. നദിയിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല വേഗത്തിലാണ് വെള്ളം ഒഴുകുന്നത്. എന്നാൽ പുഴകളൊക്കെ ചില ഭാഗത്ത് വീതിയിൽ ഒഴുകുന്നുണ്ടാവുമല്ലോ, ആ ഭാഗത്ത് ആഴവും കുറവായ
കുറവായിരിക്കും, വെള്ളത്തിന് സ്പീഡും കുറവായിരിക്കും. അങ്ങനെ ഒരു സ്ഥലം നോക്കിയിട്ട് ലാരിസ പതിയെ പതിയെ നടക്കുകയാണ്. ഇവിടെ വെള്ളത്തിന്റെ സ്പീഡ് മാത്രമല്ല പ്രശ്നം, അവളുടെ കാലിനൊരു ബാലൻസ് കിട്ടുന്നില്ല, കാലിന് മുറിവുണ്ടല്ലോ. എന്നിരുന്നാലും എങ്ങനെയൊക്കെയോ ബാലൻസ് ചെയ്തുകൊണ്ട് അവൾ പതിയെ പതിയെ മുന്നോട്ടേക്ക് നടന്നു പോവാണ്. എന്നാൽ കല്ലിന്റെ ഇടയിൽ കാല് കുടുങ്ങി അവളുടെ ബാലൻസ് തെറ്റി ആ വെള്ളത്തിലേക്ക് വീഴുകയാണ്. അതോടുകൂടിയിട്ട് അവളുടെ കൺട്രോൾ പോയി. ആ വെള്ളത്തിന്റെ വേഗതയിൽ അവൾ പെട്ടുപോവാണ്. നീന്താൻ കഴിയുന്നില്ല, എവിടെയും പിടുത്തം കിട്ടുന്നില്ല. പല ഭാഗത്തായിട്ട് അവളുടെ ശരീരം അങ്ങനെ അടിച്ചടിച്ചടിച്ച് അവൾ അങ്ങനെ ആ ഒഴുക്കിൽ പെട്ടുപോണ്. എന്നാൽ എങ്ങനെയൊക്കെയോ ആ ഒരു മനസ്സിന്റെ ഇച്ഛാശക്തി എന്നൊക്കെ പറയില്ലേ, അത് വീണ്ടെടുത്തുകൊണ്ട് കരയുടെ ഒരു ഭാഗത്തേക്ക് ആഞ്ഞ് വലിച്ച് ശക്തിയിൽ അങ്ങനെ നീന്തിപ്പോയിട്ട് എന്തോ ഒന്നിൽ പിടിച്ച് കരയിലേക്ക് അവസാനം കയറുന്നുണ്ട് കേട്ടോ. കരയിലേക്ക് കയറിയ പാട് അവൾ ആദ്യം പോയി നോക്കുന്നത് തകർന്നു കിടക്കുന്ന ആ ഒരു ഫ്ലൈറ്റിന്റെ ഉള്ളിൽ വ്ളാഡിമിർ ഉണ്ടോ എന്നാ. നോക്കുമ്പോൾ വ്ളാഡിമിർ അതിന്റെ ഉള്ളിലില്ല, പകരം ഒരു പൈലറ്റ് ഉണ്ട്. പൈലറ്റ് മരിച്ചു കിടക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ഫ്ലെയർ ഗണ്ണ് കൂടെ ലാരിസക്ക് കിട്ടുന്നുണ്ട്. ലാരിസ പിന്നെ ഒന്നും നോക്കിയില്ല, ബുള്ളറ്റ് ലോഡ് ചെയ്യാണ്, മുകളിലേക്ക് പൊട്ടിക്കുകയാണ്. അതായത് ഫ്ലെയർ ഗൺ ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ ഒരു വെളിച്ചം കണ്ട് ആരെങ്കിലും ഈ ഒരു ലൊക്കേഷനിലേക്ക് വരുമല്ലോ എന്ന പ്രതീക്ഷയിലാണ് അവൾ ഇത് ചെയ്തത്. ഇതേ സമയം തന്നെ ലാരിസയുടെ വീട്ടിൽ കാണിക്കുകയാണ്. അവളുടെ അമ്മ സെലിന് ഇപ്പോഴും അറിയില്ല മകൾക്ക് എന്താ സംഭവിച്ചതെന്ന്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ അച്ഛൻ അതായത് വെട്രോ വീട്ടിലേക്ക് വരികയാണ്. വെട്രോ പറഞ്ഞിട്ടാണ് പിന്നീട് സെലിന് കാര്യം മനസ്സിലാവുന്നത്. അവൾ പോയ ആ ഒരു ഫ്ലൈറ്റ് ക്രാഷ് ആയിരിക്കുകയാണ്. ആ കാട്ടിലേക്ക് അവൾ വീണിട്ടുണ്ടാവും. മരിച്ചോ ഇല്ലയോ എന്ന് പൂർണ്ണമായിട്ട് അറിയില്ല. സോ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവുള്ളൂ. ഇപ്പൊ വെട്രോ പറയാണ്, എന്റെ ഒരു സുഹൃത്ത് മിലിറ്ററിയിലുണ്ട്, നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം, അവര് വഴി എന്തെങ്കിലും സഹായം കിട്ടുമെന്ന് നോക്കാം. അങ്ങനെ ഇവര് 3 പേരും പോവാണ്. ആരൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെട്രോ, സെലിൻ അതായത് ലാരിസയുടെ മാതാപിതാക്കള്, കൂടെ തന്നെ വ്ളാഡിമിറിന്റെ അമ്മയായിട്ടുള്ള ഐറിനെയും പോകുന്നുണ്ട്. എന്നാൽ അവിടെ എത്തിയ സമയത്ത് ഗേറ്റ് കീപ്പേഴ്സ് അവര് പറയാണ് ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, പാസ് വേണം, പാസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളിലേക്ക് കടത്തി വിടാൻ പറ്റുള്ളൂ. കുറെ നേരം അവർ ചോദിച്ചു നോക്കി, എന്റെ ഫ്രണ്ടാണ് ജനറൽ എന്നൊക്കെ പറഞ്ഞു നോക്കി, യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഐറിനെ പറയാണ്, നമ്മളിങ്ങനെ നിന്നിട്ട് കാര്യമില്ല, വണ്ടിയിലേക്ക് വന്ന് കയറുന്നു പറയാണ്. മുന്നിൽ വണ്ടി ഓടിക്കുന്നത് വ്ളാഡിമിറിന്റെ അമ്മ ഐറിനെയാണ്, ബേക്കിൽ മറ്റൊരു 2 പേരും വെട്രോയും സെലിനെയുണ്ട്. ഇപ്പോ ഐറിന രണ്ടും കൽപ്പിച്ചൊരു കാര്യം ചെയ്യാണ്, ഇനിയിപ്പോ നോക്കി നിന്നിട്ട് കാര്യമില്ല, വണ്ടി അങ്ങോട്ട് ഇട്ടുക തന്നെ, ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് അങ്ങോട്ട് ആക്സിലേറ്റർ ഒരൊറ്റ കൊടുക്കലാണ്. കാർ ഒരു പോക്കാണ്, ഗേറ്റ് ഇടിച്ചു പൊളിച്ചുകൊണ്ട് ഉള്ളിലേക്ക്. അവരുടെ പിന്നാലെ തന്നെ പട്ടാളക്കാരും വരുന്നുണ്ട്. എന്നാൽ വേഗം പോയിട്ട് ഓഫീസിന്റെ മുന്നിൽ നിർത്തിയിട്ട് അവര് ജനറലിനെ കാണാൻ വേണ്ടി വെട്രോ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും പട്ടാളക്കാർ വന്ന് അവരെ പിടിക്കുന്നുണ്ട്. ആ സമയത്ത് ജനറൽ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. വെട്രോയെ കാണുന്നുണ്ട്. ഏയ് വിട്ടേക്ക്, അതെന്റെ കൂട്ടുകാരനാന്ന് പറയാണ്. അങ്ങനെ ഇവര് 3 പേരെയും കൂട്ടി ഉള്ളിലേക്ക് പോയിട്ട് എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അവര് പോയ ആ ഒരു ഫ്ലൈറ്റ് തകർന്നു പോയതാണ്. സെർച്ചിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ജീവനോടെ ആരും കിട്ടിയിട്ടില്ല. ഇതേ നേരത്ത് തന്നെ ഈ ഐറിൻ ഉണ്ടല്ലോ, അവർ ഭയങ്കര സങ്കടത്തില്, സാറേ എന്റെ മകന് ചെറിയ പ്രായമേ ഉള്ളൂ, ഇനിയിപ്പോ അവൻ മരിച്ചോട്ടെ, എനിക്ക് അവന്റെ ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി അവന്റെ ബോഡി എങ്കിലും കിട്ടുമോ സാറേ. ഇത് ചോദിച്ച സമയത്ത് വിക്ടർ പറയാണ്, അങ്ങനെ അവരുടെ ബോഡി ഒന്നും കിട്ടിയിട്ടില്ല. ഇത് കേട്ടപ്പോ ഐറിനൊക്കെ ആകെ ദേഷ്യവും സങ്കടമൊക്കെ ആവുന്നുണ്ട്. അപ്പൊ അവള് പറയാണ്, നിങ്ങൾ എന്താ സാറേ ഈ പറയുന്നത്, ബോഡി കിട്ടാതെ എങ്ങനെയാണ് എന്റെ മകൻ മരിച്ചു എന്ന് നിങ്ങൾ കൺഫേം ചെയ്യുന്നത്, നിങ്ങൾ എല്ലാവരും പോ തെരയി, എന്റെ മക്കളെ ചിലപ്പോ കിട്ടിയാലോ, അവളും ജീവനോട് ഉണ്ടെങ്കിലോ. ഭയങ്കര സങ്കടത്തിലാണ് ഐറിൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. എങ്ങനെയൊക്കെയോ അവരെ ഒരു വിധത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ ഇരിക്കാൻ വേണ്ടി പറയാണ്. ഒന്നുകൂടെ സെർച്ച് ചെയ്യാനായിട്ട് ഒരു ടീമിനെ അങ്ങോട്ടേക്ക് അയക്കാന്ന് പറയാണ്. ഇതേ നേരത്തെ തന്നെ പുറത്തേക്ക് വന്ന ജനറൽ വിക്ടറിനോട് ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അല്ലടാ, നീ ഹെലികോപ്റ്ററുമായിട്ട് ആ ഒരു ഏരിയ മുഴുവനായിട്ടും ഒന്ന് ചുറ്റിക്കറങ്ങിയായിരുന്നല്ലോ, അസ്വാഭാവികമായിട്ട് എന്തെങ്കിലും കണ്ടായിരുന്നു? ആ സമയത്ത് വിക്ടർ പറയുന്നത്, സാറേ ഞാനൊന്നും കണ്ടില്ല, പക്ഷേ ഹെലികോപ്റ്ററിന്റെ പൈലറ്റ് ഒരു പെൺകുട്ടിയെ താഴെ കണ്ടായിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അത് മിക്കവാറും താഴെയുള്ള ഏതെങ്കിലും ഒരു ട്രൈബ് ഗ്രൂപ്പിലെ പെൺകുട്ടി ആയിരിക്കും, അല്ലാതെ ഫ്ലൈറ്റ് താഴേക്ക് വീണ് അതിൽ നിന്ന് സർവൈവ് ചെയ്ത ഒരു പെൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇത് കേട്ട സമയത്ത് ജനറൽ അത് ഞെട്ടിപ്പോവാണ്. നീ എന്താ പറയുന്നത്, അവിടെ ചുറ്റുവട്ടത്തായിട്ട് യാതൊരു ട്രൈബ്സും താമസിക്കുന്നില്ല, അങ്ങനെ താമസിക്കുന്നവർ തന്നെ ഏകദേശം 10-30 കിലോമീറ്റർ അപ്പുറത്താണ്. ഒരു കാര്യം ഉറപ്പിച്ചോ, ഫ്ലൈറ്റ് അപകടത്തില് ആരും ഒരാൾ ബാക്കിയായിട്ടുണ്ട്. നീ എന്താ കാണിച്ചത്? കൂടുതലായിട്ടൊന്നും ഇനി സംസാരിക്കേണ്ട, ഒരു ടീമിനെയും കൂട്ടി പെട്ടെന്ന് പോയിട്ട് ആരാണ് ആ ഒരു പെൺകുട്ടി വേഗം കണ്ടുപിടിക്കുന്നു പറയാണ്. വിക്ടറിന് ഇത് കേട്ടപ്പോൾ എന്തോ പോലെ ആവുകയാണ്. വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് വിക്ടർ ചെയ്തത്. എന്തായാലും ആ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. അവനൊരു ടീമുമായിട്ട് കാട്ടിലേക്ക് പോകുന്നുണ്ട്. ഈ സമയത്ത് വീണ്ടും നമ്മുടെ ലാരിസയെ കാണിക്കുകയാണ്. പാവത്തിന് എന്താ പറയുക, തണുപ്പ് കാരണം അങ്ങോട്ട് മുന്നോട്ടേക്ക് പോകാൻ കഴിയുന്നില്ല, വിറച്ചാ പോകുന്നത്. അപ്പൊ ഒരിച്ചിരി ചൂടിന് വേണ്ടി കയ്യിൽ ലൈറ്റർ ഉണ്ടല്ലോ, അതൊന്ന് കത്തിച്ച് ഒരിച്ചിരി തീ ഉണ്ടാക്കാന്ന് നോക്കുമ്പോൾ ലൈറ്റർ എന്തോ തണുത്തുറഞ്ഞു പോയിട്ടുണ്ട്. കുറെ വരച്ചു നോക്കി അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട്, എവിടെ നടക്കുന്നില്ല. പിന്നീട് അവളുടെ കയ്യിൽ ഒരു പ്ലാസ്റ്റിക് ഉണ്ടായിരുന്നല്ലോ, ആ പ്ലാസ്റ്റിക് തലയിലൂടെ ഇട്ട് അതിന്റെ ഉള്ളിലേക്ക് ഈ ലൈറ്റർ വെച്ച് അവൾ ശ്വസിക്കുമ്പോൾ ചൂടായിട്ടുള്ള ആ ഒരു ശ്വാസം വരുമല്ലോ, അത് വെച്ച് ഒന്ന് ചൂടാക്കാൻ നോക്കുന്നുണ്ട്. എന്നിട്ടും നടക്കുന്നില്ല. ഇനിയിപ്പോ എത്ര ദൂരം ഈ അവസ്ഥയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്ന പോലും അവൾക്കറിയില്ല. അപ്പൊ ആകെ വിഷമിച്ച് സങ്കടത്തിലിരിക്കുമ്പോൾ ഒരു മരത്തിന്റെ ഒരു ചില്ലയിൽ കുടിയും കിടക്കുന്ന വ്ളാഡിമിറിന്റെ ബാഗ് കാണുകയാണ്. അവൾ എങ്ങനെയൊക്കെ അങ്ങോട്ടേക്ക് എത്തി ആ ബാഗ് തോണ്ടിയെടുക്കുകയാണ്. അതിലൊരു പുസ്തകം ഉണ്ടായിരുന്നു, അതായത് വ്ളാഡിമിർ ഇടയ്ക്കിടയ്ക്ക് ഡ്രോയിങ് ചെയ്യാറില്ലേ, ആ ഒരു ഡ്രോയിങ് ബുക്ക് തന്നെ. ആ പുസ്തകം എടുത്ത് അതിന്റെ ഓരോ പേജ് അത് മറിക്കുമ്പോഴും ലാരിസ സവിസ്കിയ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകയായിരുന്നു. കാരണം എന്താണെന്നറിയോ, ഇവര് രണ്ടുപേരും എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആ ഒരു സ്ഥലത്തിന്റെ അല്ലെങ്കിൽ അവിടെ ലാരിസ നിൽക്കുന്നതായിട്ടുള്ള ഒരു ചിത്രം അവൻ വരച്ചു വെക്കും, ഒരു ഓർമ്മയ്ക്കായിട്ട്. അത് കണ്ട് ലാരിസയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടാവുകയാണ്, വല്ലാണ്ട് വ്ളാഡിമിറിനെ മിസ്സാവുകയാണ്. നിറഞ്ഞൊഴുകിയ ആ ഒരു കണ്ണുകളുമായിട്ട് അവള് വീണ്ടും അവളുടെ വ്ളാഡിമിറിനെ തേടി നടക്കാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് ചെറുതായിട്ട് മഴ പെയ്യാൻ ആരംഭിച്ചു. കാലിലെ വേദന വല്ലാതെ കൂടി വരികയാണ്. മുറിയിൽ
തലയിൽ ഓൾറെഡി കെട്ടിവെച്ച ആ ഒരു തുണിയിൽ നിറയെ രക്തമായി അഴുക്കായി ഇനി കൂടുതൽ മുറിയിലേക്ക് ഇൻഫെക്ഷൻ വരാതിരിക്കാനായിട്ട് ആ തുണി മാറ്റി മറ്റൊരു തുണി കൂടെ അവൾ കെട്ടുന്നുണ്ട്. വീണ്ടും നടക്കുകയാണ്. അങ്ങനെ നടന്ന് അവസാനം ലാരിസ അവളുടെ വ്ളാഡിമറിനെ കാണുകയാണ്. തകർന്നു പോയ ഫ്ലൈറ്റിന്റെ ആ ഒരു ചെയറിൽ അവൻ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സീറ്റ് ബെൽറ്റിൽ തന്നെ അവനങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ്. പക്ഷേ അവൻ മരിച്ചു കഴിഞ്ഞു. അവൻ ജീവനോടെ ഇല്ല. എന്നാൽ ആ ഒരു കാര്യം മനസ്സിലാക്കാതെ ലാരിസ് അവന്റെ അടുത്തേക്ക് എത്തി അവനെ കുറെ നേരം ചുംബിക്കുകയാണ്. വ്ളാഡിമറെ, അവസാനം നിന്നെ കണ്ടല്ലോ ഞാൻ, എനിക്ക് സന്തോഷമായി, എനിക്ക് ഒരുപാട് സന്തോഷമായി. പിന്നീട് അവള് തന്നെ ഇമാജിൻ ചെയ്യാണ് മരിച്ചു കിടക്കുന്ന വ്ളാഡിമർ ഉണ്ടല്ലോ, അവൻ ജീവനോട് വന്ന് സംസാരിക്കുന്നത് പോലെ അവൾ ഇമാജിനേഷൻ ചെയ്യാൻ തുടങ്ങി. വ്ളാഡിമർ ഇപ്പോൾ അവളോട് പറയാണ്, ലാരിസ എന്തൊരു ധൈര്യമാണ് നിനക്ക് ഭയങ്കര ധൈര്യ, സമ്മതിച്ചേ മതിയാവുള്ളൂ. അതുപോലെ തന്നെ എനിക്ക് നിന്നോടൊരു ക്ഷമ പറയാണ്ട് കേട്ടോ. അതായത് ഞാനല്ലേ നിന്നെ ഈ ഒരു ട്രിപ്പിന് കൊണ്ടുവന്നേ, അതുകൊണ്ടല്ലേ ഇങ്ങനെ അപകടം സംഭവിച്ചത്, എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഇപ്പൊ ലാരിസ പറയണ, ഏയ് നീ എന്നോട് ക്ഷമയൊന്നും പറയണ്ട, അതങ്ങനെയൊന്നുമല്ല. പിന്നെ ഫ്ലൈറ്റിൽ വെച്ച് നമ്മുടെ മോതിരം ഊരി വെച്ചായിരുന്നല്ലോ നമ്മള്, ആ മോതിരം എന്തായാലും നിന്റെ കയ്യിലേക്ക് ഞാൻ ഇട്ട് തരാം. വരുന്ന വഴിക്ക് നിന്റെ ബാഗ് എനിക്ക് കിട്ടിയായിരുന്നു, അതെന്നാ മോതിരം കിട്ടിയത്. എന്നിട്ട് അവന്റെ കയ്യിലേക്ക് ആ ഒരു മോതിരം ഇട്ട് കൊടുക്കാണ്. ഇതേ സമയത്ത് തന്നെ വ്ളാഡിമർ പറയണത്, ഓഹോ നിനക്ക് എന്റെ ബാഗ് കിട്ടിയല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാൻ വരച്ച ചിത്രങ്ങളൊക്കെ നീ കണ്ടിട്ടുണ്ടാവുമല്ലേ. അതേ വ്ളാഡിമറെ, ഞാൻ കണ്ടു, നമ്മുടെ എല്ലാ ഓർമ്മകളും അതിലുണ്ടല്ലേ, എനിക്ക് എന്തോ നിന്റെ മടിയിൽ കുറച്ചു നേരം കിടക്കണം തോന്നുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ലാരിസ ഇപ്പോൾ വ്ളാഡിമറിന്റെ മടിയിൽ കിടക്കുകയാണ്. പതിയെ അവള് മയങ്ങി പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ വിക്ടറിന്റെ ടീം കാട്ടിൽ ജീവനോടെയുള്ള ആ ഒരു പെൺകുട്ടിയെ തേടിക്കൊണ്ട് സെർച്ചിങ് ആരംഭിക്കുകയാണ്. അപ്പൊ മുകളിലൂടെ പോകുന്ന ആ ഒരു ഹെലികോപ്റ്ററിന്റെ ശബ്ദം കേട്ട് പെട്ടെന്ന് തന്നെ ലാരിസ കണ്ണു തുറക്കുകയാണ്. ലാരിസ വേഗം തന്നെ വ്ളാഡിമറിനെ വിളിക്കുകയാണ്, വ്ളാഡിമറെ വേഗം എഴുന്നേൽക്ക്, നമ്മൾ രക്ഷിക്കാൻ ആള് വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴാണ് ശരിക്കുള്ള വ്ളാഡിമറിന്റെ ആ ഒരു രൂപം കാണിക്കുന്നത്. തലയ്ക്ക് നന്നായിട്ട് പരിക്ക് പറ്റി ഒരുപാട് രക്തം ഒലിച്ച് അവൻ എപ്പോഴേ മരിച്ചു കഴിഞ്ഞു. സോ ആ ഒരു കാര്യം ഇപ്പോഴാണ് ലാരിസ റിയലൈസ് ചെയ്യുന്നത്. അവിടെ കിടന്ന് അവൾ നിലവിളിച്ച് കരയാൻ തുടങ്ങുകയാണ്. അത്യാവശ്യം ആഴമുള്ള ഒരു ഭാഗമായിരുന്നു അത്. ഇതേ നേരം തന്നെ നന്നായിട്ട് മഴയും പെയ്യുന്നുണ്ട്. സോ ഈ ലാരിസ കരയുന്ന ആ ഒരു കരച്ചിലൊന്നും അങ്ങോട്ടേക്ക് തെരച്ചിലിന് വന്ന ആൾക്കാർ കേൾക്കുന്നില്ല. കുറെ നേരം അവരവിടെ തെരഞ്ഞിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു കുഴിയുടെ ഭാഗത്തു നിന്ന് മുകളിലേക്ക് കയറി വന്ന് അവരുടെ അടുത്തേക്ക് പോകാനായിട്ട് ലാരിസയും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ പറ്റുന്നില്ല. നല്ല മഴയാണ്, ചെളിയാണ്, തെന്നി വീഴുകയാണ്. അതുപോലെ തന്നെ സെർച്ചിങ് ടീം കുറെ നേരം തെരഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ ഇവിടെ ആരും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ട് തിരിച്ചു പോവാണ് കേട്ടോ. ആ നേരത്തിൽ ലാരിസ അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഫ്ലെയർ ഗൺ ഉണ്ടല്ലോ, അതിലൊരു ബുള്ളറ്റ് കൂടെ ബാക്കിയുണ്ടായിരുന്നു. അത് മുകളിലേക്ക് നോക്കി അടിക്കുകയാണ്. ആ കാര്യം സെർച്ചിങ്ങിന് വന്ന ആ ഒരു ടീം കാണുകയാണ്. വേഗം തന്നെ അവർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് മയങ്ങിക്കിടക്കുന്ന ലാരിസയെ അവരവിടുന്ന് രക്ഷപ്പെടുത്തുകയാണ് കേട്ടോ. അവൾക്ക് വേഗം തന്നെ ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവളെ ഹെലികോപ്റ്ററിലേക്ക് കയറ്റി അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുപോവാണ്. ആ നേരത്ത് താഴെ നിന്നും അവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന ലാരിസയ്ക്ക് ഒരു ബൈ കൊടുക്കുന്നത് പോലെ, വ്ളാഡിമർ താഴെ നിൽക്കുന്നത് പോലെ അവൾക്ക് തോന്നുകയാണ്. അവസാനമായിട്ട് തന്റെ പ്രിയതമന് ബൈ പറഞ്ഞുകൊണ്ട് അവളും അവിടുന്ന് പോവുകയാണ്. ഇത് കാണിച്ചുകൊണ്ടാണ് സിനിമ ഇവിടെ തീരുന്നത്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു റിയൽ ഇൻസിഡന്റ് ആണ്. ഈ സിനിമയിൽ സംഭവിച്ച എല്ലാ കാര്യങ്ങളും യഥാർത്ഥ ലാരിസയ്ക്ക് തോന്നിയ കാര്യങ്ങൾ തന്നെയാണ്. അതായത് അവൾക്ക് വന്നുപോയ എലൂഷ്യന്, അവളുടെ വ്ളാഡിമർ ഉണ്ടല്ലോ, അവൾക്ക് വേണ്ടി വരച്ച ആ ഒരു ചിത്രങ്ങള്, ഒട്ടുമിക്ക കാര്യങ്ങളും അവളുടെ ലൈഫിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചതാണ്. ശരിക്കുള്ള ലാരിസയുടെ ഫോട്ടോ കിട്ടിയാൽ ഞാൻ വേണമെങ്കിൽ വീഡിയോയിൽ വെക്കാൻ കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.